നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുബൂസാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. കുബൂസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ആദ്യം 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇത് ഒരല്പം ചൂടുവെള്ളം, 1 സ്പൂൺ നമ്മുടെ ഈസ്റ്റ്, 1 സ്പൂൺ പഞ്ചസാര. ഇതൊരു 10 മിനിറ്റായി നമ്മൾ വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിന് വേണ്ടി കുഴയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ ശകലം ചെറിയ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് കുഴയ്ക്കാൻ. ഒരല്പം എണ്ണ വേണം ഇത് കുഴയ്ക്കാൻ നേരത്തേക്ക് വേണ്ടി ഉപയോഗിക്കണം. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ആദ്യമായിട്ട് നമുക്ക് മൈദയിലേക്ക് കുറച്ച് ഉപ്പിടാം. നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ചേ ഇട്ടുള്ളൂ, പിന്നെ നമുക്ക് വേണം നോക്കാം. പിന്നെ നമ്മുടെ ഈസ്റ്റും പഞ്ചസാരയും ചൂടുവെള്ളം എല്ലാം കൂടി ശരിയായിട്ടുണ്ട്. അതിലേക്ക് ഒഴിക്കാം. അല്പം ചൂടുവെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരല്പം എണ്ണയോട് ശകലം മതി, 1 ടീസ്പൂൺ നമുക്ക് എണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് പതുക്കെ ഇത് ഇളക്കാം. നമ്മൾ കുബൂസിന് കുഴയ്ക്കുന്നത് ചപ്പാത്തി മാവിനേക്കാൾ ഇച്ചിരൂടെ ലൂസായിരിക്കണം. അത് കയ്യെ ഇടയ്ക്ക് പറ്റുമ്പോൾ നമ്മൾ അല്പം പൊടി ഇടന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് കുഴയ്ക്കുന്നതിന് വേണ്ടി വെളിയിലെടുത്ത് ഒരല്പം മാവ് വിതറി ഇതിൻ്റെ ടേബിളിട്ട് നല്ലപോലെ കുഴയ്ക്കേണ്ടി വരും. നമ്മുടെ മാവ് കുഴച്ച് കഴിഞ്ഞു. ഇനി നമുക്കൊരു അല്പം എണ്ണ തടവി പാത്രത്തിലും ഈ മാവിൻ്റെ പുറത്തുമൊക്കെ ഒന്ന് തടവിയിട്ടത് നമുക്ക് ശരിയാകാനായിട്ട് വെക്കാം. ഇത് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ പുറത്ത് നല്ലപോലെ ഒന്ന് തടവി ഇനി നമുക്കത് കാറ്റ് കയറാതെ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 4-5 മണിക്കൂർ ഈ മാവ് ഇങ്ങനെ ഇരുന്നെങ്കിലേ ശരിയായി വരത്തുള്ളൂ. നമ്മുടെ കുബൂസിൻ്റെ മാവ് നോക്കാം, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്, നല്ല മോയ്സ്ചറുണ്ട്. നമുക്കൊന്ന് എടുക്കാം. നമ്മുടെ മാവ് റെഡിയായിട്ടുണ്ട്. നമുക്കിതിനെ മുറിച്ച് ചെറിയ ഉരുളകളാക്കി എടുക്കാം. നമ്മുടെ മാവ് ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പരത്തിയെടുക്കാം. ഇതിൽ ശകലം പൊടി ഇട്ടിട്ട് വേണം തുടങ്ങാൻ. നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്താം, പക്ഷേ ചപ്പാത്തിയേക്കാൾ ഇച്ചിരി കൂടെ കനം വേണ്ടി വരും. പരത്തിയ മാവ് നമുക്ക് ചൂടായ പാനിലേക്ക് ഇടാം. ചെറിയ കുമ്പളകളായിട്ട് വരുന്നുണ്ട്. നമുക്ക് തിരിച്ചിട്ട് നോക്കാം. മാവ് പൊങ്ങി വരുന്നുണ്ട്. നല്ലവണ്ണം നമ്മുടെ മാവ് പൊങ്ങി വരുന്നുണ്ട്. ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലപോലെ പൊള്ളി വരും. അപ്പോൾ നമ്മുടെ കുബൂസ് റെഡി ആയിട്ടുണ്ട്.